everyone, it's me Savita Charles from Poothurans. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ ഡിഫറെന്റ് പ്രിന്റ്. ആ പ്രിന്റ് വന്നിരിക്കുന്നത് അജ്രക് പാറ്റേണിലാണ് കേട്ടോ. ഇത് വന്നിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. അതുപോലെ തന്നെ പ്യോർ ജയ്പൂർ കോട്ടൺ ആണ്. ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻ ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 129 രൂപ പെർ മീറ്റർ. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ റീസെന്റ് പോയിരുന്നു പറഞ്ഞില്ലേ, ആ ഒരു ബാച്ചിലുള്ള കളക്ഷൻ ആണ് കേട്ടോ. ഇതിന്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നു. സെയിം ഫാബ്രിക് വെച്ച് ചെയ്തിട്ടുള്ളതാ. ഡിസൈൻ ലാസ്റ്റ് നമുക്ക് കാണാവുന്നതാണ്. 44 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് വെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സെയിലിന് അവൈലബിൾ ആണ്. ലാർജ് സൈസ് ആണ് കേട്ടോ ഞാൻ ഈ വെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ മെഷർമെന്റ് ചാർട്ട് അറിയണമെന്നുണ്ടെങ്കിൽ 8891270225 കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഡിസൈനും ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ബ്ലാക്ക് ആകുമ്പോൾ എനിക്ക് സെയിലിന് ഇടണോന്നൊരു ഡൗട്ട് വന്ന പോലെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു എന്താ പറയാ ഡ്രസ്സ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള എന്താ പറയാ പാറ്റേണിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയുന്ന അത്രയും നല്ല ഭംഗിയുള്ള പ്രിന്റുകളും കൂടിയാണ് കേട്ടോ. ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്കും വലിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഈ ഒരു കളക്ഷനിൽ പ്രിന്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത്, നല്ല ഭാഗം ഒന്ന് നോക്കട്ടെ. നല്ല ഭാഗം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ വരുന്നത് ചെറിയ ചെറിയ ബൂട്ടയാണ്. ഇപ്പൊ ജയ്പൂർ കോട്ടൺ ആകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് വരുന്നത് ഫുൾ ഒരു പ്ലാന്റ്സിന്റെ ആ ഒരു ഡിസൈനിലേക്കാണ് അവര് എല്ലാം ചെയ്തെടുക്കുന്നത്. ഇപ്പൊ സ്ക്രീൻ പ്രിന്റിലായാലും എന്താ പറയാ ഡിസ്ചാർജ് പ്രിന്റിലായാലും അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലായാലും ഒക്കെ ആ തരത്തിലുള്ള ഡിസൈൻസ് ആണ് ചെയ്യുന്നത്. പിന്നെ കുറെ എനിമലിന്റെ ഇങ്ങനത്തെ എന്താ പറയാ അങ്ങനത്തെ പ്രിന്റുകളൊക്കെ കണ്ടു. ഇപ്പൊ എനിക്കത് ഡൗട്ട്, അധികം അത് എടുത്തു കഴിഞ്ഞാൽ പോയില്ലെങ്കിലോ എന്നൊരു തോന്നലുകൊണ്ട് അധികം എടുത്തിട്ടില്ല. ഇത് വന്നിരിക്കുന്നത് പ്ലാന്റ്സിന്റെ ഡിസൈൻ തന്നെയാണ്. ചെറിയ ചെറിയ ബൂട്ടയാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇത് മാത്രമായിട്ട് വെയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത് വരുന്നത് ജെറ്റ് ബ്ലാക്ക് അല്ല, നമുക്കൊരു കോഫി ബ്രൗൺ മിക്സ് ആയി വരുന്ന ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിലേക്ക് അത് വരുന്നത്. ഇതിനകത്തൊരു ഈ ബ്രിക്ക് റെഡ് കളറിലുള്ള പ്രിന്റും കൂടെ പോകുന്നു, ചിക്കു കളറിലുള്ള പ്രിന്റും കൂടെ പോകുന്നു കേട്ടോ. നിങ്ങൾക്കിത് ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ ഡിസൈൻ ക്ലിയർ ആകും. 129 രൂപയാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ കുറച്ച് വലിയ ഡിസൈൻ ആണ്. ബ്ലാക്കിനകത്തേക്ക് സെയിം കളർ കോഡ് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് പ്രിന്റ് ആയിട്ട് വരുന്നത്. ഡിസൈനാണ് ചേഞ്ച്. ബൂട്ട തന്നെ കുറച്ച് വലിയ പ്ലാന്റ്സിന്റെ ഒരു പാർട്ട് തന്നെയാണ് കേട്ടോ. ഫോൾഡിങ്ങിന്റെ ഡിഫറൻസ് കൊണ്ടാണ് താഴോട്ട് പോകുന്ന പോലെ തോന്നുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ട ഡിസൈനും ഇതും കൂടെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു കുർത്തി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ടും ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ അജ്രക് ഡിസൈൻ തന്നെ. ബ്ലാക്കിനകത്തേക്ക് ആ ഒരു കളർ കോഡിൽ തന്നെ വന്നിരിക്കുന്ന ഡിഫറെന്റ് പ്രിന്റ് ആണെന്ന് മാത്രം. ഈ പ്ലാന്റ്സ് തന്നെയാണ് അധികം അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ പിന്നെ അജ്രക്കിലേക്ക് പോകും. ഇത് എങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. ഈ ഒരു കോട്ടൺ എന്ന് പറയുന്നത് സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് ഇത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഡിസൈൻ അജ്രക് ഡിസൈൻ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനിലേക്കാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒരു ഒരേ കളറിൽ ഡിഫറെന്റ് ഡിസൈൻ കുറെ നാളിന് ശേഷമാണ് കാണിക്കുന്നത്. പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്യാറ്, ഒരു കളറിൽ തന്നെ ഡിഫറെന്റ് ഡിസൈൻസ് ആണ് കാണിക്കാറ്. ഇങ്ങനെയായിരിക്കും ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പൊ ഒരുപാട് ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോനകത്ത് ഏത് ഡിസൈൻ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡിസൈൻ ലാസ്റ്റ് നമ്മളിപ്പോ കാണുകയാണ്. ഇതിന്റെ എവിടെ ചെറിയ ഡിസൈൻ ഒന്ന് ഓക്കെ. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡിസൈൻ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ഓൾ ഓവർ ബോഡി ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഈ വലിയൊരു ഡിസൈൻ വെച്ചിട്ടാണ് കേട്ടോ. കാണിച്ചു തരാം. ഇത് മാത്രമായിട്ട് വെയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇത് വെച്ചിട്ട് ഈ ഒരു സൈഡ് പാർട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ ആണ്. ഇനി ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഈ യോക്കിന്റെ രണ്ട് സൈഡും സ്ലീവിന്റെ എൻ പാർട്ടും ആണ്. 3/4 സ്ലീവിന്റെ എൻ പാർട്ടിലും ആണ് ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ചെറിയ ഡിസൈൻ നമ്മൾ ആദ്യം ഒരു ചെറിയ ഡിസൈൻ കണ്ടില്ലേ, അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. നല്ല ഭാഗം വരുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. പ്യുവർ ജയ്പൂർ കോട്ടണിൽ വന്നിരുന്ന, അതായത് ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 129 റുപ്പീസ് പെർ മീറ്ററിൽ 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ലൈനിങ് ഇല്ലാതെ ചെയ്യാം, പ്യുവർ കോട്ടൺ ആയതുകൊണ്ട്. പിന്നെ കുറച്ചും കൂടി ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ടും ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് യൂസ് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ഇതൊരു ജെറ്റ് ബ്ലാക്ക് അല്ല, ഒരു കോഫി ബ്രൗണിന് മിക്സ് ആയി വരുന്ന പോലത്തെ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിലും നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. 8891260225 കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.